ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ദുബായിൽ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടി RTA 2017 ലോഞ്ച് ചെയ്ത ഒരു ആപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ആ ആപ്പിൻ്റെ പേര് എസ്ഹെയിൽ എന്നാണ്. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നതിനോട് കൂടെ തന്നെ ഇവിടെ ഒരു നോൾ കാർഡ് എന്നൊരു സംവിധാനമുണ്ട്. നോൾ കാർഡ് എന്ന് പറയും. ഈ നോൾ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന 4 സർവീസുകളുണ്ട്. ഒന്ന് ബസ്, രണ്ടാമത്തെ മെട്രോ, മൂന്നാമത്തെ വാട്ടർ മെട്രോ മറൈൻ സർവീസ്, ദെൻ ട്രാം. ഈ 4 സർവീസിനും കൂടി നമ്മൾ ഈ നോൾ കാർഡ് യൂസ് കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് ജസ്റ്റ് യാത്ര ചെയ്യുക. ആ നോൾ കാർഡ് ഒരു ATM കാർഡ്, ഒരു ചെറിയൊരു കാർഡാണ്. അത് റീചാർജ് ചെയ്യുക, അതിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്ത് യാത്ര ചെയ്യുക. അപ്പോൾ ഈ 4 സർവീസിനെയും കൂടി കണക്ട് ചെയ്ത് ഒരു ആപ്പിനകത്ത് യൂസ് ചെയ്യുകയാണ് ഇവർ. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമായിരിക്കും. അതുകൂടാതെ ഇവിടുത്തെ RTAയുടെ ടാക്സികളുണ്ട്, അതും ഇതിനകത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ടാക്സി ബുക്കിംഗ് വരെ ഇതുവഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ദുബായിൽ വന്നിരിക്കുന്നവർക്ക് എങ്ങനെ പോകണം എന്നൊന്നും അറിയത്തില്ലാണ്ടൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കൃത്യമായി ഈ ആപ്പ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ദുബായിൽ എവിടെ വേണേലും യാത്ര ചെയ്യാം, എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കണക്ഷൻസ് കിട്ടും എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഇവിടെ സ്റ്റോറിൽ വരിക, SL സെർച്ച് ചെയ്യുക. ഇതാണ് ആപ്പ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേ സ്റ്റോറിലാണ്, പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറാണ്. ആപ്പ് സ്റ്റോർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എവിടെ നിന്നേലും അങ്ങോട്ടേക്കും പോകണം. ഓക്കെ, അപ്പോൾ എനിക്ക് പോകേണ്ടത് ദുബായ് മാളാന്ന് വിചാരിക്കും. സപ്പോസ് കൺഫേം ലൊക്കേഷൻ, എൻ്റെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി കറണ്ട് ലൊക്കേഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് കരാമയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അൽ കരാമ, നമുക്ക് സ്ഥലങ്ങൾ നമുക്കറിയണം. നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ കരാമ ബസ് സ്റ്റേഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ കരാമ ബസ് സ്റ്റേഷൻ കൺഫേം ലൊക്കേഷൻ. ഞാൻ കരാമ ബസ് സ്റ്റേഷന് ദുബായ് മാളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏതൊക്കെ രീതിയിൽ പോകും. അത് അവിടുന്ന് ബസ്സുണ്ട് 29. ഇതാ ഈ ബസ്സിൽ കയറി 29 ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് 20 മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്താൻ പറ്റും. ഓക്കെ, സ്റ്റോപ്പുകളാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ 10-20 ഇപ്പോൾ ഞാൻ പോയാൽ ഇതുവരെ ഇത്രയാണ് കോസ്റ്റ് വരുന്നത് കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെ. ഫോർ എക്സാമ്പിൾ നമുക്കത് പറ്റില്ല, അടുത്ത വണ്ടിയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെയാണ് പോകേണ്ടത് 28 എന്ന വണ്ടിയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെയാണ് പോകേണ്ടത് 28 എന്ന് പറഞ്ഞ ബസ്. ഇതെല്ലാം ബസ്സിനെ കാണിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 9:59 നമുക്ക് മെട്രോയ്ക്ക് പോകാം. മെട്രോയ്ക്ക് പോയിട്ട് വേറൊരു സ്ഥലത്ത് മാറി ബസ്സിൽ കയറി അങ്ങനെ യാത്ര ചെയ്യുക. അതിനെല്ലാം കോസ്റ്റ് വരുന്ന 3 ദിർഹമേ ഉള്ളൂ. അത് 2 മാറി കയറിയാൽ ആ റേഞ്ച് തന്നെ വരുള്ളൂ. ഇതുണ്ട്, ഇത്രയും നടക്കുക, ഇത് കയറുക, ദെൻ ഒരു ക്രോസിംഗ് ഉണ്ടാവും, അതിന് ശേഷം വീണ്ടും ബസ്സിൽ കയറുക, അടുത്ത 2 സ്റ്റോപ്പ്. സോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, either ബസ്സാകാം, ഇല്ലെങ്കിൽ മെട്രോ ആകാം, അല്ലെങ്കിൽ ട്രാം ആയിരിക്കാം, അല്ലെങ്കിൽ മറൈൻ ആയിരിക്കാം. എന്താണോ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തേക്കുള്ള ഫെസിലിറ്റി അതിന് കണക്കായിട്ട് അവർ കണക്ട് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, അതുപോലെ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ടാക്സിയുടെ കോസ്റ്റ് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടാക്സിക്ക് പോകാനാണ് 20 ദിർഹം വരുള്ളൂ, 12 മിനിറ്റ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ദുബായിൽ വരുന്ന ആർക്കും വലിയ ധാരണകളൊന്നും ഇല്ലെങ്കിൽ സ്ഥലങ്ങളെക്കുറിച്ചൊരു കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോകാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവർ ആപ്പ് വഴി തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ട്രാവലിംഗ് ആണ്. ദുബായിൽ വരുന്ന ആർക്കും ഈസി ആയിട്ട് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ടൈം അറിയാം, എത്ര രൂപയാവും, ഏതൊക്കെ മെത്തേഡ്സുകൾ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വരെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്.